ഹലോ ഗൈസ്, ഞാൻ എക്സ്പ്ലോറിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണ് നമ്മുടെ വൺ പീസിലെ വൺ പീസ് ട്രഷർ. അതായത് നമ്മുടെ വൺ പീസിൽ ഇന്നേ വരെ റിവീൽ ചെയ്യാത്തൊരു കാര്യമാണ് എന്താണ് വൺ പീസ് ട്രഷർ എന്നുള്ളത്. 1999 നമ്മുടെ വൺ പീസ് എന്ന ആനിമി റിലീസ് ആയിട്ടുള്ളത്. ഇപ്പോഴും കറന്റ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആനിമിയാണ് വൺ പീസ് എന്നുള്ളത്. പക്ഷേ ഇന്നേ വരെ ഈ ഒരു ട്രഷർ എന്താണെന്നുള്ള കാര്യം നമ്മുടെ വൺ പീസിൽ റിവീൽ ചെയ്തില്ല. എന്താണെന്ന് ഈ ട്രഷർ നോക്കുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ 60K സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആനിമി ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്ക് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് 800 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു വൺ പീസ് എന്ന ഒരു നിധി, അതായത് വൺ പീസ് എന്ന ട്രഷർ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ റോജർ അത് ഡിസ്കവർ ചെയ്യുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പൈരറ്റ് കിങ് ആയതിനു ശേഷം നമ്മുടെ മറൈൻസിന് കീഴടങ്ങി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നുകൊടുക്കാനുണ്ടായിരുന്നത്. എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ റോജർ പറഞ്ഞിരുന്നു, എൻ്റെ ട്രഷർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിനുശേഷം വലിയൊരു പൈരറ്റ് ഇറ തന്നെ സ്റ്റാർട്ടായാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ വൺ പീസിലുള്ള ചില പൈരറ്റ്സിനൊന്നും വൺ പീസ് എന്ന ട്രഷർ ഉണ്ട് എന്നുള്ള കാര്യം വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ റോജർ മാത്രമേ വൺ പീസ് എന്ന ട്രഷർ ഉള്ളൂ, അതായത് അത് കള്ളത്തരമാണെന്നൊക്കെയാണ് നമ്മുടെ ബാക്കിയുള്ള പൈരറ്റ്സ് ഒക്കെ പറഞ്ഞത്. പക്ഷേ നമ്മുടെ മറൈൻ ഫോർഡ് വാറിന്റെ അവസാനം നമ്മുടെ വൈറ്റ് ബിയർഡ് പറഞ്ഞിരുന്നു വൺ പീസ് ഈസ് റിയൽ എന്നുള്ള കാര്യം. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ വൺ പീസിലുള്ള ജനങ്ങൾക്ക് മനസ്സിലായി വൺ പീസ് എന്ന ട്രഷർ റിയൽ ആണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ള പൈരറ്റ്സ് ഒക്കെ കടലിലേക്ക് വൺ പീസ് തേടി പോയത്. അതുപോലെ തന്നെ നമ്മുടെ ഓട വൺ പീസിനെ കുറിച്ച് പറഞ്ഞത്, ഈ ഒരു വൺ പീസ് എന്ന ട്രഷർ ഫ്രണ്ട്ഷിപ്പോ അതോ ഡ്രീമോ കാര്യങ്ങളൊന്നുമല്ല. ഈ ഒരു വൺ പീസ് എന്ന ട്രഷർ ഒരു ഫിസിക്കൽ തിങ് ആയ ഒരു സംഭവമായിരിക്കാം, അതായത് നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കാമെന്ന് നമ്മുടെ ഓട പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ട്രഷർ എന്നത് അറിയാവുന്നത് 2 പേർ മാത്രമേ ഉള്ളൂ. അതായത് ഈ ഒരു ട്രഷർ എന്താണെന്ന് അറിയുന്ന 2 പേർ മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ടോയ് ആനിമേറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഓടയും. നമ്മുടെ ലൂഫിയുടെ വോയിസ് ആക്ടറായ മായുമി ടമാക്കയ്ക്ക് പോലും നമ്മുടെ വൺ പീസ് ട്രഷർ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ മായുമി ടമാക്ക പറഞ്ഞത്, ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കടന്നാൽ പോലും ഞാൻ അത് അറിയാൻ ശ്രമിക്കും, കാരണം വൺ പീസ് എന്ന ട്രഷർ എന്താണെന്നുള്ള കാര്യം ഞാൻ അറിയാൻ ശ്രമിക്കുമെന്നാണ് നമ്മുടെ മായുമി ടമാക്ക പറയുന്നത്. പക്ഷെ അതൊരു തമാശ രീതിയിലായിരുന്നു ആ ഒരു ക്യാരക്ടർ പറഞ്ഞത്. ഈ ഒരു വോയിസ് ആക്ടർ അത് പറയാനുള്ള കാരണം നമ്മുടെ വൺ പീസ് എന്ന ആനിമി ഇനി 5-6 വർഷം കൂടി ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ഒരു വോയിസ് ആക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഇനി നമുക്ക് നേരെ ഫാൻ തിയറീസ് എന്താ പറയുന്നത് നോക്കാം. 800 വർഷങ്ങൾക്ക് മുമ്പോട്ടായ ആൻഷ്യന്റ് കിങ്ഡം വോയിഡ് സെഞ്ചുറിയിൽ ഡിസ്ട്രോയ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. വേൾഡ് ഗവൺമെന്റ് അത് മറച്ചു വെച്ചു എന്നും പറയുന്നുണ്ട്. ഈ ഒരു കിങ്ഡത്തിന്റെ ട്രൂ ഹിസ്റ്ററിയാണ് നമ്മുടെ പോണിഗ്ലിഫ്സിലൊക്കെ എഴുതിയിട്ടുള്ളത്. നമ്മുടെ പോണിഗ്ലിഫ്സ് റീഡ് ചെയ്യാൻ കഴിഞ്ഞ ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ നിക്കോ റോബിനാണ്. അതുപോലെ തന്നെ ഈ ഒരു ട്രഷറിന്റെ ഒരു ഭാഗമായിരിക്കാം, അതായത് ഈ ഒരു ട്രഷറിന്റെ ഒരു ട്രൂ ഹിസ്റ്ററി ആയിരിക്കാം നമ്മുടെ വൺ പീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ നമ്മുടെ ഫാൻ തിയറീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ചിലർ പറയുന്നത് നമ്മുടെ വൺ പീസ് ഒരു ട്രഷർ ആവാം, അല്ലെങ്കിൽ അതൊരു ഗോൾഡ് ആവാം, ആൻഷ്യന്റ് ടെക്നോളജി ആവാം, അല്ലെങ്കിൽ അത് വെപ്പൺ ആവാം എന്നൊക്കെ നമ്മുടെ വൺ പീസിലെ ഫാൻ തിയറീസിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ റോജർ നമ്മുടെ വൺ പീസ് ഡിസ്കവർ ചെയ്ത സമയത്ത് നമ്മുടെ റോജർ അത് ചിരിക്കുകയാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് നമ്മുടെ ആ ഒരു ദ്വീപിന്, അതായത് വൺ പീസ് കണ്ടെത്തിയ ദ്വീപിന് ലാഫ്റ്റൈൽ എന്ന പേര് വന്നത്. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ റോജർ ആ ഒരു വൺ പീസ് കണ്ട് ചിരിച്ചതെന്നാണ് ഇപ്പോഴും ഒരു മിസ്റ്റീരിയസ് ആയ സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോയ് ബോയ് ആയിട്ട് നമ്മുടെ വൺ പീസ് ട്രഷറിന് ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ജോയ് ബോയ് ആരാന്ന് നോക്കാം. നമ്മുടെ വൺ പീസിലെ 800 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ, അതായത് ആൻഷ്യന്റ് കാലത്തിലുണ്ടായിരുന്ന ഒരു ലെജൻഡറി പേഴ്സണാണ് ജോയ് ബോയ് എന്ന് പറയുന്ന ക്യാരക്ടർ. അതുപോലെ തന്നെ നമ്മുടെ ഫിഷ്മാൻ ഐലൻഡിൽ വെച്ചിട്ട് നമ്മുടെ ജോയ് ബോയ് ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. പക്ഷേ അത് ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ ജോയ് ബോയ് ഫെയിലായി. അതിൻ്റെ മെസ്സേജാണ് നമ്മുടെ പോണിഗ്ലിഫ്സിലൊക്കെ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. വൺ പീസ് ട്രഷർ എന്നത് നമ്മുടെ ജോയ് ബോയുടെ ഡ്രീം ആൻഡ് പ്രോമിസ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു കീ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഫാൻ തിയറീസിൽ പറയുന്നുണ്ട്. അതുപോലെ ചില ആൾക്കാർ പറയുന്നത് നമ്മുടെ വൺ പീസ് എന്ന ട്രഷർ ഒരു ഡെവിൾ ഫ്രൂട്ട് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ്. ഇതിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം നിങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന കമന്റ് ബോക്സിന് തൊട്ടിപ്പുറം ഹൈപ്പ് എന്നൊരു സംഭവമുണ്ട്. ഹൈപ്പും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.